ഹിജാബ് ധരിച്ചിട്ട് ഓണം ആഘോഷിച്ചിട്ടുള്ള താത്താമാരോടാണ് പറയാനുള്ളത്. അടുത്ത വർഷം നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് ആ തലയിലെ തട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കണം. കാരണം നിങ്ങൾ ധരിച്ചിട്ടുള്ളത് ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ഹിജാബല്ല. നിങ്ങൾ തലയിൽ ഒരു കീറ തുണിയിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ അതിനെ ഇസ്ലാമികമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വസ്ത്രത്തെ അത് ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് കുറേ ആൾക്കാർ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുറേ സംഘികൾ. അതുപോലെ തന്നെ നിരീശ്വരവാദികളാണ് എന്ന് പറയുന്ന, നിരീശ്വരവാദി പട്ടം ചൂടി നടക്കുന്ന, എന്നാൽ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്ന കുറച്ച് ആൾക്കാർ, നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ. ഇസ്ലാമിലെ ഓരോ ഇബാദത്തിനും അതിൻ്റേതായിട്ടുള്ള ഷർത്തും ഫർളൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് മാർഗത്തിലാണ് ചെയ്യേണ്ടത്, ഏത് അവസരത്തിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ധരിക്കുന്ന ഹിജാബിനെ കുറിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളും കരുതുന്നുണ്ടാവും, ഞങ്ങൾ ഹിജാബ് ധരിക്കുന്നുണ്ട്, ഞങ്ങൾ തല മറയ്ക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങളും ചിലപ്പം തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. പക്ഷേ എങ്കിൽ അത് സത്യമാണോ? ഒരിക്കലുമല്ല. കാരണം എന്താണ്, ഇസ്ലാമിൽ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ശരീരം, അവളുടെ തലമുടി മറയ്ക്കുക, അല്ലെങ്കിൽ അവളുടെ ശരീരം മറയ്ക്കുക, അതിൻ്റെ ഒപ്പം തന്നെ അവളുടെ ശരീരത്തിൻ്റെ ആകൃതി മറ്റുള്ളവർക്ക് മുമ്പിൽ വെളിവാക്കാണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയെ ഒരു പ്രദർശന വസ്തു ആക്കാണ്ട് അവളെ മറച്ചു വെക്കുക എന്നുള്ളതാണ് ഹിജാബും നിക്കാബും പർദ്ദയും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് അതുവല്ലമാണോ നമ്മൾ കാണുന്നത്? അല്ല. നമ്മൾ കാണുന്നത് ഓരോ ഡ്രസ്സിനും പാകമാവുന്ന രീതിയിൽ പല പല കളറിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഹിജാബുകൾ, അതിനൊപ്പം തന്നെ പർദ്ദയാണെങ്കിൽ തന്നെയും അതിനകത്ത് കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള, ആൾക്കാരെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആകർഷണം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു ഇസ്ലാമികമാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും വിമർശിക്കണം എന്ന് കരുതി നടക്കുന്ന കുറേ ആളുകൾ, അവർക്കൊക്കെ ഇതൊരു വലിയ കാര്യമാണ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത വട്ടം ഓണം ആഘോഷിക്കുമ്പോൾ ആ തലയിൽ ആ കീറത്തുണി, ഹിജാബെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ആ ഒരു കീറത്തുണിയെ നിങ്ങളെടുത്ത് മാറ്റുക. എന്നിട്ട് നിങ്ങൾ തുള്ളുവോ ചാടുവോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. കാരണം നിങ്ങൾ യഥാർത്ഥ ഹിജാബാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഹിജാബിനെ കുറിച്ചിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വിശ്വാസിനികളോട് പറയുക, അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും അവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കുകയും തങ്ങളുടെ അലങ്കാരം വെളിപ്പെടുത്താതിരിക്കുകയും അവരുടെ മൂടുപടം നെഞ്ചിന്മേൽ താഴ്ത്തുകയും ചെയ്യട്ടെ എന്നുള്ളത്. ഇവിടെ അലങ്കാരം വെളിപ്പെടുത്തല് എന്ന് അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഹിജാബിനെ തന്നെ, അല്ലെങ്കിൽ മറച്ചു വെക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പീറ തുണിയെ തന്നെ അതിനെ ഒരു അലങ്കാരമാക്കി പല പല കളറുകളും അതിൽ കുറേ ഡെക്കറേഷൻസും, അല്ലെങ്കിൽ അതിനെ പല മോഡലിലൊക്കെ നമ്മളിങ്ങനെ ചുറ്റി കെട്ടി അതിനെ തന്നെ ഒരു ആകർഷിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ്, നമ്മുടെ ഒരു ഇബാദത്ത് ചെയ്യുമ്പം കുറേ ഷർത്തുകളും ഫർളുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന രീതിയിൽ തന്നെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവിടുത്തെ നീയത്ത് ശുദ്ധമാവണം എന്നുണ്ടെങ്കിൽ ഓരോ അമലിനും നീയത്തുണ്ട്. അപ്പോൾ ആ നീയത്ത് പാലിക്കാണ്ടും, അല്ലെങ്കിൽ ആ ഒരു ഷർത്തും ഫർളും ഒന്നും പാലിക്കാണ്ട് നിങ്ങൾ ഈ ചുറ്റുന്ന തുണി, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആ ഒരു ഹിജാബിനെ കുറിച്ചിട്ട്, അതായത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഹിജാബിനെ കുറിച്ചിട്ട് അല്ലാഹു തആല പിന്നെയും പറയുന്നുണ്ട്, നബിയെ, നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും വിശ്വാസിനികളോടും വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളോടും പറയുക, അവർ തങ്ങളുടെ പുറം വസ്ത്രം തങ്ങളിലേക്ക് താഴ്ത്തിയിടട്ടെ, അത് അവർ തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും കൂടുതൽ അനുയോജ്യമാണ്. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ റെയറായിട്ട് കാണുന്ന ഒരു വാർത്തയുണ്ട്, സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 എണ്ണമെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ 5 വയസ്സുള്ള കുട്ടീനെ, അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടീനെ, 10 വയസ്സുള്ള കുട്ടീനെ, പ്രായമാകാത്തതിനെ, പ്രായമായതിനെ, അത് കണക്കിനെ വാർദ്ധക്യം എത്തിയ സ്ത്രീകളെ, ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാടിൻ്റെ രീതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ ഇസ്ലാമിനും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൽപ്പനകൾക്കും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വസ്ത്രങ്ങൾക്കും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കാട്ടിക്കൂട്ടുകളിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പം അല്ലാഹു ആലം. കാരണം ഖുർആനിലൂടെ അല്ലാഹു തആല നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഇനി ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കിടന്ന് കാണിക്കുന്ന, ഈ ശരീരം പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ തുള്ളിച്ചാടുന്ന സ്ത്രീകളൊക്കെ അതൊക്കെ ഇസ്ലാമികമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിലെ മുസ്ലിം പെൺകുട്ടികളാണ് ഈ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനെ ഒരു പോസ്റ്റുകളാക്കി, ഫേസ്ബുക്ക് പോസ്റ്റുകളാക്കി അതിനെ ആഘോഷമാക്കുന്ന കുറച്ച് ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ദീനിനെ ഏത് രീതിയിൽ നിങ്ങൾ കളവാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സത്യം അതെന്നും വിജയിച്ച് തന്നെ നിൽക്കും. കാരണം അതിൻ്റെ ഉദാഹരണമാണ് ഇഷ്ടംപോലെ ആൾക്കാർ ദീനിലേക്ക് കടന്നു വരുന്നതും ദീൻ പഠിക്കുന്നതും ദീൻ
മനസ്സിലാക്കുന്നതും. എനിക്ക് തോന്നുന്നു ഇസ്ലാമിൽ മുസ്ലിമായിട്ട് ജനിച്ചു വളർന്ന മുസ്ലിങ്ങളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇസ്ലാം പഠിച്ചു വന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ളത്. അവരാണ് സൂക്ഷ്മതയോടെ ജീവിക്കുന്നത്. കാരണം അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട് നമ്മളിൽ ആരും നമ്മുടെ കയ്യിലൊരു നിധി ഉണ്ട്, എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതിന് നമുക്ക് വിലയില്ല എന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. നമ്മളെ കയ്യിലിരിക്കുന്നതിന് നമ്മളൊരു വിലയും കൊടുക്കുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും തേടി നമ്മൾ പോവുകയാണ്. ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, അവർ തങ്ങളുടെ അലങ്കാരം വെളിപ്പെടുത്തരുത്, അവർ ഒളിപ്പിച്ചു വെക്കുന്ന അലങ്കാരം അറിയപ്പെടാൻ വേണ്ടി കാലുകൾ അടിച്ചു നടക്കുകയും അരുത്. സൂറത്തുൽ നൂറിനകത്തെ ആയത്താണ്. അപ്പോൾ ആ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ അലങ്കാരം അറിയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാലുകൾ അടിച്ച് നടക്കരുത്, നിങ്ങൾ മെല്ലെ നടക്കണം, നിങ്ങൾ ശബ്ദം താഴ്ത്തണം, നിങ്ങൾ സംസാരം താഴ്ത്തണം. ഇതൊക്കെ ഒരു ഔറത്തിൻ്റെ ഭാഗമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എല്ലാം അവളുടെ ഔറത്താണ്. ഇമാം ഹംബൽ പറഞ്ഞതുപോലെ അവളുടെ നഖം പോലും ഔറത്താണ്, അവളുടെ ശബ്ദം പോലും ഔറത്താണ്, അവളുടെ എല്ലാ കാര്യങ്ങളും ഔറത്താണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് തന്നെ ഔറത്താണ്. ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു ഫോറിൻ കൾച്ചറിൻ്റെ ഒരു കടന്നുവരവാണ്. അതായത് അതൊരു ബിസിനസ് തന്ത്രമാണ് സത്യത്തിൽ. അത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ധരിക്കാണ്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഈ മുഖത്ത് എന്തെങ്കിലും പുട്ടി വാരി തേക്കാണ്ട് പുറത്തിറങ്ങുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. സത്യത്തിൽ പുട്ടിയോ അല്ലെങ്കിൽ വാരിത്തേക്കുന്ന ലിപ്സ്റ്റിക്കോ അല്ല ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ അടക്കവും ഒതുക്കവും അവളുടെ ലജ്ജയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ലജ്ജയില്ലെന്നുണ്ടെങ്കിൽ അവൾ പിന്നെ പുരുഷന്മാർക്ക് സമമാണ്. കാരണം ലജ്ജ എന്ന് പറയുന്നതാണ് ഒരു പെണ്ണിൻ്റെ അലങ്കാരം എന്ന് പറയുന്നത്. ആ അലങ്കാരം നഷ്ടപ്പെട്ടാൽ അതോടെ കഴിഞ്ഞില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഇതിൽ സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്നത്, അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. കാരണം അല്ലാഹു തആല പുരുഷന്മാരോടും പറയുന്നുണ്ട്. സൂറത്തുൽ നൂറിൽ തന്നെ വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരോട് അല്ലാഹു തആല പറയുന്നുണ്ട്, അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തി വെക്കുകയും അവരുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന്. കാരണം ഇവിടെ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പറയാനുള്ളൊരു കാരണം, ഒരിക്കലും ഓണം ആഘോഷിച്ചിട്ടുള്ള ഒരു പുരുഷനായിട്ടുള്ള ഒരാളുടെ ചിത്രം എടുത്തു വെച്ചിട്ട് ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ സംഘികളോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ തകർച്ച അടക്കം പാർത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരൊക്കെ ഒരിക്കലും ഒരു പുരുഷൻ്റെ ചിത്രം എടുത്തിട്ട് ഇത് കണ്ടില്ലേ ഒരു മുസ്ലിം പയ്യൻ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കത്തില്ല. കാരണം ഒരു പുരുഷനാവും വെള്ളമുണ്ട് എടുത്തു വന്നു കഴിഞ്ഞാലും ഷർട്ട് ഇട്ട് കഴിഞ്ഞാലും എല്ലാം സാധാരണ ആൾക്കാരെ പോലെ തന്നെയാണ്. അപ്പോൾ അവനെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ചിട്ട് ഒരു ഹിജാബ് ധരിച്ചിട്ടുള്ള ഒരു പെണ്ണിനെ അല്ലെങ്കിൽ അവളുടെ ഒരു നോക്ക് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് മുസ്ലിം ആണ് അല്ലെങ്കിൽ ഇതൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ധരിക്കുമ്പം അവർ വിചാരിക്കും ഇതൊരു സത്യത്തിലുള്ള ഒരു വിശ്വാസിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വിശ്വാസിയാണ്, ഇവളെ വെച്ചിട്ട് വിമർശിക്കാം എന്ന് അവർ ചിന്തിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് ധരിച്ച ഒരുപാട് ചിത്രങ്ങൾ വെച്ചിട്ട് ഒരുപാട് പോസ്റ്റുകൾ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വോയിസ് പ്രിപ്പയർ ചെയ്യുന്നത്. സൂറത്തുൽ അഹ്സാബിനകത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, അവർ മുൻകാല ജാഹിലിയത്തിന്റെ പ്രദർശനം പോലെ സ്വയം പ്രദർശിപ്പിക്കരുതെന്ന്. അപ്പോൾ സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശൈത്താനുണ്ടല്ലോ, ശൈത്താനെ നമുക്കറിയാമല്ലോ, നമ്മളെ വഴിവിഴപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഒരു തെറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനും നമ്മളൊരു ഹറാമിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനും എത്തിച്ചു കഴിയുമ്പോൾ ശൈത്താന് കിട്ടുന്നൊരു സന്തോഷം, ആ ഒരു സന്തോഷമാണ് ഇന്ന് സത്യത്തിൽ സംഘികൾക്കും അല്ലെങ്കിൽ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള അല്ലെങ്കിൽ മൂടുപടം അണിഞ്ഞ് നടക്കുന്ന കുറേ ജന്തുക്കളുണ്ടല്ലോ, അതായത് ഇസ്ലാമിൻ്റെ വിമർശകരാണ്. പക്ഷെ എന്നാലും അവർ പബ്ലിക്കലി അവർ പറയുന്നത് നമ്മൾ നാസ്തികരാണ് അല്ലെങ്കിൽ നിരീശ്വരവാദികളാണ് എന്നൊക്കെയാണ്. എന്നാൽ അവരുടെ ടാർഗറ്റ് ഇസ്ലാം മാത്രമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നത് ഞാൻ ഈ ശൈത്താനുമായിട്ട് ഉപമിക്കുകയാണ്. കാരണം ഇവർക്കാണ് അത്രയും സന്തോഷമുള്ളത് ഈ ഒരു വിഷയത്തിൽ. ഇനി അടുത്ത ഓണത്തിന് മുമ്പ് ആരെങ്കിലും നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരായത്തുണ്ട്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നന്മയിലും തഖ്വയിലും പരസ്പരം നിങ്ങൾ സഹകരിക്കുക, പാപത്തിലും അതിക്രമത്തിലും പരസ്പരം നിങ്ങൾ സഹകരിക്കരുതെന്ന്. കാരണം ഒരു ഇസ്ലാമിക വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ച് അവൻ മറ്റുള്ള ഒരു മതത്തിൻ്റെ ഒരു ആചാരത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അത് അവനിൽ നിന്നുള്ള ഒരു തിന്മയാണ്. സൂറത്ത് സുമറിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുക, അവന് കീഴൊതുങ്ങുകയും ചെയ്യുക, ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, അപ്പോൾ നിങ്ങൾക്ക് സഹായം ലഭിക്കുകയില്ല. അല്ലാഹു തആലേൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിനകത്തുനിന്ന് യാതൊരു ഓട്ടവും ഇല്ല, തിരിഞ്ഞോട്ടവും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, മലക്കുൽ മൗത്ത് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ നെഫ്സ് മനസ്സിലാക്കുകയാണ്, റബ്ബേ ഞാൻ ഈ കാണിച്ചതൊക്കെ തെറ്റായിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്താലോചിച്ചിട്ട്
ഇനി ഒരൊറ്റ മിനിറ്റ് നമ്മൾ അള്ളാഹു എനിക്കൊരൊറ്റ മിനിറ്റ് താ, ഒരൊറ്റ സെക്കൻഡ് താന്ന് നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ലാത്തൊരു സമയം. ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു മൊമെൻറ്റ്. ഇനി പറയാനുള്ളത് നാസ്തികരോടും അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാരോടുമാണ്. കാരണം നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ഭയങ്കര സന്തോഷിക്കൊന്നും വേണ്ട. കാരണം അള്ളാഹു താല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് സൂറത്തുൽ അൻഫാലിൽ, അതായത് നന്മയും തിന്മയും അള്ളാഹു താല വേർതിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ഒരാൾ, അല്ലെങ്കിൽ മുസ്ലിം ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു താല അവിടെ വേർതിരിക്കും. നല്ല ആൾക്കാരെയും ചീത്ത ആൾക്കാരെയും അള്ളാഹു താല വേർതിരിച്ചെടുക്കുക തന്നെ ചെയ്യും, ഉറപ്പാണത്. അത് ഖുർആന്റെ വാഗ്ദാനമാണ്, നന്മയും തിന്മയും വേർതിരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്താണ് സന്തോഷിക്കാനുള്ളത്? കുറേ പെൺകുട്ടികൾ കുറേ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞിട്ട്, അവർ ആട്ടവും പാട്ടവും ചെയ്തെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. കാരണം ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മാനദണ്ഡമല്ല. എൻ്റെ സംസാരവും ഇസ്ലാമിൻ്റെ മാനദണ്ഡമല്ല, നിങ്ങളും ഇസ്ലാമിൻ്റെ മാനദണ്ഡമല്ല. ഇസ്ലാമിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ തശബ്ബഹ ബി ഖൗമിൻ വഹുവ മിൻഹും. ഒരു ജനതയെ അനുകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത് എന്ന് ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസാണെന്ന് ഓർക്കുക. അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുക. അതുപോലെ സൂറത്തുൽ ആലി ഇമ്രാനിൽ അള്ളാഹു താല പറയുന്നുണ്ട്, ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ നന്നാവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നന്നാവാം. ഇനിയിപ്പോൾ നന്നാവാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തൊട്ട് നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ ആ തലയിൽ ഹിജാബ് എടുത്ത് മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറയിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ അതിനെ ആഘോഷിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന പാപഭാരം നിങ്ങൾ മാത്രമാണ് ചുമക്കുന്നത്, അത് മറ്റൊരാൾ ചുമക്കത്തില്ല. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും.